നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 74 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു നിർത്തിയത്. ഇന്ന് 75-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് തുടങ്ങാം. അങ്കനാജനത്തെയും പിടിച്ചുകൊണ്ടു മണ്ടിനോരു ശംഖചൂടനെ പിടിച്ചവന്റെ മൗലിരത്നവും തങ്കലാക്കി മെല്ലവേ ഹലായുധന്നു നൽകിനോരു പങ്കജാക്ഷ നിൻ കൃപയ്ക്കു പാത്രമാക്കുകെന്നെയും. ശംഖചൂടനെ വധിച്ചിട്ടുള്ള ആ കഥയാണ് ഈ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ ബലരാമനും കൃഷ്ണനും ചില ഗോപസ്ത്രീകളൊക്കെ കൂടി വൃന്ദാവനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുബേരഭൃത്യനായിട്ടുള്ള ശംഖചൂടൻ ഇവരുടെ ആ കളികൾ നോക്കി അവിടെ വന്ന് പതുങ്ങി നിന്നു. അപ്പോൾ ആ കൃഷ്ണന്റെ ഓടക്കുഴലിൻ്റെ ആ മധുരമായിട്ടുള്ള ശ്രുതി അനുസരിച്ച് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗോപസ്ത്രീകളിൽ മോഹം തോന്നിയിട്ട് ചില ഗോപസ്ത്രീകളെ എടുത്ത് ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് മറഞ്ഞു. അത് കണ്ടിട്ട് ബലരാമൻ തൻ്റെ ആയുധമായിട്ടുള്ള കലപ്പയും ആയിട്ട് ആ ശംഖചൂടനെ പിന്തുടർന്നു. അപ്പോൾ കോപാന്ധനായിട്ടാണ് വരണ്ടേ ബലഭദ്രൻ. അത് കണ്ട് പേടിച്ചിട്ട് ശംഖചൂടൻ എന്ന ആ യക്ഷൻ ആ കൊണ്ടുപോയ ഗോപസ്ത്രീകളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് പ്രാണൻ രക്ഷിക്കാൻ ആകാശത്തേക്ക് മറഞ്ഞു. ഇത് കണ്ടു നിന്ന കൃഷ്ണൻ എന്ത് ചെയ്തു? ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ആ ആകാശത്തിലേക്ക് കുതിച്ചു ചാടുകയാണ്. അവിടെ വെച്ച് വധിച്ചിട്ട് ആ ശംഖചൂടൻ്റെ ശിരസിലിരിക്കുന്ന ചൂടാരത്നം പറിച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമന് നൽകുകയാണ്. ആ കഥയാണ് ഇവിടെ വർണ്ണിച്ചത്. അങ്കനാജനത്തെ വനത്തിൽ ബലഭദ്രൻ്റെയും കൃഷ്ണന്റെയും കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഗോപസ്ത്രീകളെ പിടിച്ചുകൊണ്ടു മണ്ടിനോരു ഗോപസ്ത്രീകളെ പിടിച്ച് ഓടിപ്പോയ ശംഖചൂടനെ, ആ കുബേരന്റെ ഭൃത്യനായിട്ടുള്ള ശംഖചൂടൻ എന്ന യക്ഷനെ പിടിച്ചവന്റെ മൗലിരത്നവും പിടിച്ച് അവന്റെ ആ ശിരോഭൂഷണമായിട്ടുള്ള ആ രത്നവും തങ്കലാക്കി കൈക്കലാക്കി മെല്ലവേ ഹലായുധന്നു നൽകിയ, അത് പതുക്കെ ഹലായുധൻ, ഹലം ആയുധമായവൻ, ഹലം എന്ന് വെച്ചാൽ കലപ്പ, അത് ആയുധമായത് ബലരാമന് നൽകിയ പങ്കജാക്ഷ താമരക്കണ്ണ നിൻ കൃപയ്ക്കു പാത്രമാക്കുകെന്നെയും, അവിടുത്തെ ആ കൃപയ്ക്ക് ദയയ്ക്ക് എന്നെ പാത്രമാക്കിയാലും എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. അരിഷ്ടനെന്നുള്ളൊരു ദുഷ്ടനാലുള്ള അരിഷ്ടമന്നാട്ടിനു തട്ടിയപ്പോൾ ഗരിഷ്ഠനാം നീ കൊല ചെയ്ത ശേഷം വരിഷ്ഠമായുള്ള പദം ലഭിച്ചാൻ. ഇവിടെ കംസഭൃത്യനായിട്ടുള്ള അരിഷ്ടാസുരനെ വധിച്ച കഥയാണ് സൂചിപ്പിക്കുന്നത്. കഥ ഇങ്ങനെയാണ്. കംസഭൃത്യനായിട്ടുള്ള അരിഷ്ടൻ എന്നുള്ള അസുരൻ വലിയ ഒരു ഭീമാകാരനായ ഒരു കാളയുടെ രൂപം ധരിച്ചിട്ട് ഗോകുലത്തിൽ വരികയാണ്. ഗോകുലത്തിലേക്കുള്ള വരവ് എങ്ങനെയാന്ന് വെച്ചാൽ കാളയുടെ രൂപത്തിലാണെന്ന് പറഞ്ഞുല്ലോ. ആ കാള എങ്ങനെയാ വരുന്നത് വെച്ചാൽ ആ കാലിലെ കുളമ്പ് കൊണ്ട് നിലത്ത് ഇങ്ങനെ ചവിട്ടി കുതിച്ചിട്ട് ഭൂമി ഇങ്ങനെ പിളർക്കുന്ന മാതിരിയാണ് വന്നിരുന്നത്. പിന്നെ മതങ്ങനെ പെരുത്തിട്ട് മുക്കറ ഇട്ടിട്ട് ഇങ്ങനെ മുകളിലേക്ക് ചാടി തൻ്റെ ആ കൂർത്തിട്ടുള്ള കൊമ്പ് കൊണ്ട് അവിടെയുള്ള വൃക്ഷങ്ങളും കുന്നുകളൊക്കെ ഇങ്ങനെ കുത്തി മറിച്ച് വളരെ വലിയ ശബ്ദത്തിൽ അലറി ചാടി ഓടി വാലൊക്കെ ഇങ്ങനെ ഇട്ടടിച്ച് അവിടെ ഭൂമിയിലുള്ള മണ്ണ് ആകാശത്തിലേക്ക് എത്തിയോന്ന് തോന്നും. അങ്ങനെ ആ വലിയൊരു അസുരൻ, വൃഷഭരൂപിയായിട്ടുള്ള അസുരൻ നന്ദഗ്രഹത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ ഒരു പേടിപ്പിക്കുന്ന രൂപത്തിൽ കൂറ്റൻ കാള വരുന്നത് കണ്ടിട്ട് ആ ഗോകുലത്തിലുള്ള എല്ലാവരും പേടിച്ചു. അത് കൊമ്പ് കുലുക്കി മുക്കറായിട്ട് അലറി പൊട്ടി പറത്തി ഓടി വരികയല്ലേ. എന്നിട്ട് അവിടെയുള്ള മറ്റുള്ള ഗോക്കളുടെ
നേർക്ക് തിരിഞ്ഞ് അവരെ കുത്താനും ഒക്കെ തുടങ്ങി. അപ്പൊ അവര് കയറും പൊട്ടിച്ചിട്ട് 4 വശത്തേക്ക് ഓടാൻ തുടങ്ങി. ഇങ്ങനെ ഗോകുലത്തിൽ ആകെ ഒരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു ഈ അരിഷ്ടാസുരൻ. അപ്പോ ഗോപന്മാരൊക്കെ കൂടി പേടിച്ച് കൃഷ്ണന്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു, കൃഷ്ണ, ഒരു കൂറ്റൻ കാള നമ്മുടെ തൊഴുത്തിൽ കയറിയിട്ട് ആ പശുക്കളെയൊക്കെ വിരട്ടി ഓടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കൃഷ്ണൻ ചെന്ന് നോക്കിയപ്പോ തന്നെ കൃഷ്ണന് മനസ്സിലായി ഇത് അസുരനാണ്, വെറും കാളയല്ല എന്നുള്ളത്. താൻ ഉദ്ദേശിച്ച ശത്രുവായ കൃഷ്ണനെ കണ്ട ഉടനെ കാളയുടെ രൂപത്തിൽ വന്ന അരിഷ്ടാസുരൻ കൃഷ്ണന്റെ നേർക്ക് പാഞ്ഞടുക്കുകയാണ്. കൃഷ്ണനുമായിട്ടുള്ള ആ ദ്വന്ദ്വയുദ്ധത്തില് അരിഷ്ടാസുരനെ കൃഷ്ണൻ വധിക്കുകയാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞ അരിഷ്ടൻ എന്നുള്ളൊരു ദുഷ്ടനാലുള്ള അരിഷ്ടമന്നാട്ടിനു തട്ടിയപ്പോൾ. അരിഷ്ടൻ എന്നു പേരുള്ള കാളയുടെ രൂപത്തിൽ വന്ന ആ കംസഭൃത്യനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള അസുരനാൽ അരിഷ്ടമന്നാട്ടിനു തട്ടിയപ്പോൾ, അരിഷ്ടം പീഡ, ദുഃഖം ആ നാട്ടിന്, ആ നന്ദവ്രജത്തിന് തട്ടിയപ്പോൾ ഗരിഷ്ഠനാം നീ, അത്യധികം ഗുരുത്വമുള്ള അവിടുന്ന് കൊല ചെയ്ത ശേഷം വരിഷ്ഠമായുള്ള അങ്ങ് വധിച്ചപ്പോൾ വരിഷ്ഠമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വൈകുണ്ഠം തന്നെ ലഭിച്ചു. ആർക്ക്? അരിഷ്ടാസുരന്. ഈ അരിഷ്ടാസുരനെ വധിച്ചപ്പോൾ, ഈ വൃഷഭത്തിന്റെ രൂപത്തിൽ വന്ന് അരിഷ്ടാസുരനെ വധിച്ചത് ഗോകുലത്തിന് മാത്രമല്ല, ലോകത്തില് ധർമ്മ സംസ്ഥാപനത്തിനായിട്ടാണ് ഭവിച്ചത്. അതുകൊണ്ട് തന്നെ ദേവകൾക്കൊക്കെ വളരെ സന്തോഷമാവുകയും പലതരത്തിലുള്ള സ്തോത്രങ്ങളെ കൊണ്ട് കൃഷ്ണനെ സ്തുതിക്കുകയും ചെയ്തു. പക്ഷേ നാരായണീയത്തില് ഈ അരിഷ്ടാസുരന്റെ കഥ വർണ്ണിക്കുന്ന ഭാഗത്ത് ശ്ലോകത്തിൽ, ഒരു അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് ശ്ലോകം: ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാമയമിഹോക്ഷ വിഭേദി ഇത്തമാത്തഹസിതൈ സഹ ഗോപൈർഗേഹകസ്ത്വമവ വാതപുരേശ. ഗോപന്മാര് കൃഷ്ണനെ പരിഹസിച്ചു എന്നാണ്. അല്ലയോ കാളകളെ, നിങ്ങൾ ദൂരേക്ക് പൊയ്ക്കോളിൻ, പരിധാവത ദൂരം, ഓടിക്കോളൂ, ദൂരേക്ക് ഓടിക്കോളൂ. എന്താ കാരണം? ഇഹ ഉക്ഷവിഭേദി വീക്ഷ്യതാം, ഇതാ കാളയെ കൊല്ലുന്നവനാണ് ഇവൻ. വീക്ഷ്യതാം, നോക്കൂ, കാളയെ കൊല്ലുന്നവനാണ്. കാളയുടെ രൂപത്തിൽ വന്ന അരിഷ്ടാസുരനെയാണല്ലോ കൊന്നത്. അതാണ് കളിയാക്കി പറയുന്നത്. ഇത്തം ആത്തഹസിതൈ ഗോപൈ സഹ, ഇങ്ങനെ പരിഹസിച്ചു ചിരിക്കുന്ന ആ ഗോപന്മാരുടെ കൂടെ, ഗോപകുമാരന്മാരുടെ കൂടെ, ഗോപൈഹി സഹ ഗേഹകത്വം, വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇവിടെ നോക്കൂ, ആ ദേവകള് സ്തുതിച്ച് വന്ദിക്കുന്ന ആ കൃഷ്ണൻ തങ്ങളുടെ സമനിലയിൽ കണക്കാക്കി കളിയാക്കി നടക്കുന്ന ആ ഗോപകുമാരന്മാരുടെ കൂടെയാണ് സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചു പോകുന്നത്. ഇവിടെ ആ ഗോപബാലന്മാരുടെ ചിത്തശുദ്ധി, മനഃശുദ്ധിയാണ് കൃഷ്ണനെ ആകർഷിക്കുന്നത്. ഭക്തിയിൽ ഏറ്റവും പ്രധാനം മനഃശുദ്ധി തന്നെയാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ